അനുഭവങ്ങളിൽ നിന്ന് ഊർജം സ്വീകരിച്ച് ആരംഭിച്ച പുനർജനിയിലെ അന്തേവാസികളുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് മദ്യാസക്തി എന്നും അത് ഒരു രോഗമാണെന്നും അത് കാരുണ്യപൂർവ്വവും പരിചരണത്തോടെയും ചികിത്സിക്കേണ്ടതാണെന്നും വിശദമാക്കുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം നമ്മോട് പറയുന്നത്. പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ സ്ഥാപകനും മദ്യ വിമുക്തി പ്രവർത്തകനുമായ ഡോക്ടർ PM വർക്കിയെ പുനർജനി ആദരിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഈ സംഘത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യട്ടെ. ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി MS ജയയാണ്. മാഡത്തെയും ബഹുമാന പരിസരം നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട IG ശ്രീ S ഗോപിനാഥാണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യട്ടെ. പുസ്തകം സ്വീകരിക്കുന്നത് ഡോക്ടർ MR ഗോവിന്ദൻ. അദ്ദേഹത്തെയും ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് ശ്രീ VP ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തെയും എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം. അവരുടെ കുടുംബാംഗങ്ങൾക്കും മറ്റ് സുഹൃത്തുക്കൾക്കും സ്വാഗതം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ആദ്യ ചടങ്ങ് തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ സ്ഥാപകനായ മദ്യവിമുക്തി പ്രവർത്തകനായ ഡോക്ടർ PM വർക്കിയെ ആദരിക്കുകയാണ്. ഈ പുസ്തകം പോലെ മദ്യപന്മാരെ അവരെ അറിയിച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ഒരു ശാരീരിക ആസ്വാസ്ഥ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ കൊടുത്തുകൊണ്ട് ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിവോടെ ആ രോഗവിമുക്തിക്ക് അവരെ സഹായിക്കുക എന്ന ദൗത്യം ഏറ്റവും ഫലപ്രദമായി നടത്തണമെങ്കിൽ അത് സാധാരണ നമ്മളെ പോലുള്ളവർക്കെല്ലാം സാധിക്കുന്നതല്ല. ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് തന്നെയാണ് അതിനാവശ്യം. അതിനായി അവരെ നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്, നമുക്ക് അടുപ്പമുള്ളവരോട് ഉപദേശിച്ച് അവരെ നന്നാക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കളിയാക്കിയോ അങ്ങനെയൊക്കെ അവരെ ശരിയാക്കാമെന്ന് നമുക്ക് തോന്നാറുണ്ടാവാം. പക്ഷെ അത് മിക്കവാറും ഫലവത്തായി കാണാറില്ല. അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റവും ഫലപ്രദമായി കണ്ടിട്ടുള്ളത് അത് ശരിയായ രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ മാത്രമാണ്. ഇതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കൂടി കിട്ടുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും, പുനർജനിയുടെ ഓരോ പ്രവർത്തകരും, ഇതിനു വേണ്ടി പ്രസാധനത്തിന് സഹായിച്ച DC ബുക്സും എല്ലാം തീർച്ചയായും സമൂഹത്തിന്റെ മുഴുവനും അംഗീകാരം, ബഹുമാനം അർഹിക്കുന്നു. ഭാരതീയരെല്ലാം എന്റെ സഹോദരന്മാരാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോടെ മറ്റുള്ളവരെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സ്വന്തം സഹോദരനോ സഹോദരിക്കോ ഒരു രോഗം വന്നാൽ അത് ചികിത്സിക്കാതിരിക്കാൻ ഒരിക്കലും നമ്മളാരും ശ്രമിക്കില്ല. അത് ചികിത്സിക്കുന്നത് നമ്മുടെ തന്നെ ഒരു ധർമ്മമായി നാം ഏറ്റെടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവരെ സഹായിക്കുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഏത് രീതിയിൽ മുൻപോട്ട് പോയാൽ അവരെ ഈ രോഗത്തിൽ നിന്ന് മുക്തരാക്കാം എന്നുള്ളതിന് നമുക്കൊരു തിരിച്ചറിവ് തരുന്ന ഈ പുസ്തകം നമുക്കേവർക്കും, ഇവിടെ ഇരിക്കുന്നവർക്കും ഇത് വായിക്കുന്നവർക്കും അദ്ദേഹത്തിന്റെ മുൻ പുസ്തകങ്ങളെ നെഞ്ചിലേക്കിയതുപോലെ ഈ സമൂഹം വീണ്ടും ഏറ്റെടുക്കുമെന്നും നമുക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് ഒരു പൂർണ്ണമായ പ്രയോജനം ലഭിക്കും എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കട്ടെ. ജോൺസന് പ്രത്യേകം നന്ദി. എനിക്ക് തന്നെ അറിയില്ല, ഞാനാണ് ആദ്യം ഇവിടെ ആൽക്കഹോളിക് അനോണിമസിന്റെ തുടക്കമെടുത്തത്.
ആൽക്കഹോളിക് അനോണിമസ് പ്രിൻസിപ്പിള് അനോണിമിറ്റിയാണ്. കുടി നിർത്തിയ ആരെങ്കിലും, അതായത് ആൽക്കഹോളിസം മാറിയ ആ വ്യക്തികൾക്ക് മാത്രമേ അത് ഓർഗനൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറമേ നിന്നുള്ളവർക്ക് മെമ്പർഷിപ്പ്. ഞാനിവിടെ ആദ്യത്തെ യൂണിറ്റ് തുടങ്ങാനായിട്ട് 50 കൊല്ലം മുമ്പ്, അത് 63 ലുബൈൻ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, യൂറോപ്പിലെ ബ്രസൽസിനടുത്താണ്. അവിടെ കണ്ട കാഴ്ച, ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് ആൽക്കഹോളിസം കൊണ്ട് ഉണ്ടാകുന്ന ബാഡ് എഫക്ട്സ് കൊണ്ട് ഒരുപാട് പേഷ്യൻസ് അവിടെ കണ്ടു. പക്ഷേ അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം ഡിസ്ചാർജ് ചെയ്യണമെന്നാണ് നിയമം. അപ്പോഴാണ് ഈ പറ്റി എനിക്ക് അറിവുണ്ടായത്. 1935 തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. വേൾഡിൽ എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ എഫക്ട് എന്റെ ലോകത്തിൽ തന്നെ, ഞാനിവിടെ 67 ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലില് ഫെഡറൽ മെഡിക്കൽ യൂണിറ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അന്ന് ഈ പ്രോബ്ലം ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. വളരെയധികം ആളുകളെ കുടി നിർത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ കുടി നിർത്തിയവരാരും ഇതിനൊരു ആക്റ്റീവായിട്ട് ഈ പരിപാടി എടുത്തു നടത്താനായിട്ട് വലിയ ആളുകൾ. ഡോക്ടർ ജോൺ പറയുമ്പോ ഇവരുടെ പുനർജനി സെയിം പ്രിൻസിപ്പിളാണ്, പക്ഷെ അനോണിമിറ്റി ഇല്ല. എനിക്ക് തോന്നുന്നത് ഈ ജോണിന്റെ പരിപാടി ഈ പുനർജനിയാണ് ബെറ്ററെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ജോൺ എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റില് 4000 കുടിയന്മാര് ശരീരാക്കി കുടിമാറ്റി 4000 കുടുംബങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അത്ര മാത്രം സക്സസ് ഉള്ളത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പുനർജനിയില് നമുക്ക് പേഷ്യൻസിനെ ഫോളോ ചെയ്യാം. ഇല്ലാത്തതുകൊണ്ട് ഈ സംഘാടകർക്ക് തന്നെ അവരുടെ ഫാമിലിയെ ഫോളോ ചെയ്യാം, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ റോങ് ആണ് നമ്മുടെ നാട്ടിലേക്ക് പറ്റിയത് പുനർജനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇതൊരു ബ്രാൻഡ് ആക്കി എടുക്കണം. നമ്മൾ ബ്രാൻഡ് നെയിമായി പുനർജനി എന്ന് പറഞ്ഞ് പല സ്ഥലത്തും തുടങ്ങാൻ സാധിക്കും. ഓൺ മൈ പോസിബിൾ ടു സച്ച് ആൻ അറ്റംപ്റ്റ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. പുനർജനി സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നു എന്നറിയുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് അതിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. ജോണം സ്വന്തം പോലെ തുടരണം, മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിക്കണം. ഇന്ത്യൻ കണ്ടീഷൻസിൽ പുനർജനി വെരി ബെറ്റർ ഓപ്ഷൻ. താങ്ക് യു ഓൾ. സന്തോഷത്തോടു കൂടിയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നത് 100% ശരിയാണോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. അതുകൊണ്ട് ഈ സംരംഭം വിജയിക്കുമ്പോഴാണ് ഏറ്റവും അധികം സന്തോഷം നമുക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ള ആമുഖത്തോടെയാണ് ഞാൻ തുടങ്ങുന്നത്. ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകം മദ്യപനറിഞ്ഞ് കുടി നിർത്താം എന്നുള്ളത് ഏറ്റവും അനുയോജ്യമായ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ടാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. മദ്യപനറിഞ്ഞേ കുടി നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു ആള് അയാള് മദ്യത്തിന് അടിമയാണ്, അല്ലെങ്കിൽ മദ്യപാനം ഒരു രോഗം പോലെ അയാളെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ കഴിവുകെട്ടവനാണ്, അല്ലെങ്കിൽ എനിക്ക് സ്വയം എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് ആരും സമ്മതിക്കില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പുസ്തകം. ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചാവാം.
ഇതിന്റെ പ്രസന്റേഷനോ അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ ഒരു അവതരണ രീതി പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വലിയ മാർഗനിർദ്ദേശകമായ ഒരു ദിശാബോധം നൽകുന്ന ഒരു ഗൈഡൻസ് നൽകുന്ന ഒരു പുസ്തകമായിട്ട് ഈ പുസ്തകത്തിനെ നമുക്ക് കരുതാൻ കഴിയും. ഈ പുസ്തകത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അത് ഇന്നത്തെ നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. പോസിറ്റീവായ ചിന്തകൾക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ കഴിയുന്ന ജോൺസന്റെ പുനർജനി എന്ന ഈ പ്രസ്ഥാനത്തിനും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഈ മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന് ഇവിടെ തുടക്കം കുറിച്ച ശ്രീ ഡോക്ടർ PM വർക്കി അദ്ദേഹത്തിനെ ഏറ്റവും ആദരവോടെ എൻ്റെ എല്ലാ ആദരങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവരറിഞ്ഞും അറിയാൻ ഒരിക്കലും ഈ മദ്യപൻ അവൻ അറിയാതെ ഒരിക്കലും മാറ്റം പറ്റില്ല. 21 ദിവസക്കാലം പുനർജനിയിൽ കഴിഞ്ഞുകൂട്ടിയ ഒരാളാണ് ഞാൻ. മദ്യപിക്കുമെന്ന് തുറന്ന് സമ്മതിക്കാൻ മടിയുണ്ടായിരുന്ന ഒരാൾ ഈ സദസ്സിന് മുമ്പിൽ നിന്ന് 21 ദിവസം പുനർജനിയിൽ കഴിഞ്ഞുകൂട്ടിയിരുന്നു എന്ന് പരസ്യമായി പറയാനുള്ള ആർജവത്വം ഉണ്ടാക്കിയത് പുനർജനിയിലെ അനുഭവങ്ങളാണ്. ജോൺസൺ മാഷ് സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പൊള്ളുന്ന പാഠങ്ങളാണ് മദ്യപന്മാരായി പുനർജനിയിൽ എത്തുന്നവർക്ക് മുമ്പാകെ പറഞ്ഞു നൽകുന്നുണ്ട്. ഞാൻ കരുതുന്നു പുനർജനിയിൽ വരാതെ പൊടിയന്റെ കുംഭസാരം വായിച്ച് മദ്യവിമുക്തി നേടിയ ആയിരങ്ങൾ കേരളത്തിലുണ്ടാകാം. ഞാനെല്ലാം സൗഹൃദ സദസ്സുകളിൽ ഇരിക്കുമ്പോൾ മദ്യം കഴിക്കുന്ന കൂട്ടുകാരോട് അതിനെതിരായി സംസാരിച്ചിരുന്നയാളാണ്. പക്ഷേ പിന്നെ വിനോദത്തിനായി മദ്യം ആസ്വദിക്കാൻ തുടങ്ങി. മദ്യം കഴിക്കാൻ തുടങ്ങിയപ്പോൾ മദ്യത്തെ ഞാൻ വല്ലാതെ ന്യായീകരിച്ചു. വാസ്തവത്തിൽ മദ്യത്തിലൂടെ ജീവിതം നഷ്ടപ്പെടുത്തുകയാണ് എന്ന് ഓരോ മദ്യപനിലും ഓരോ തരത്തിലുള്ള സർഗശക്തി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് ജോൺസൺ മാഷ് ഓരോ ക്ലാസ്സിലും ഓർമ്മിപ്പിക്കാറുണ്ട്. ചിലർ പ്രഭാഷകരായിരിക്കാം, ചിലർക്ക് എഴുതാൻ കഴിയും. ഭാര്യമാരുടെ കണ്ണുനീർത്തുള്ളികളും മക്കൾ അനുഭവിക്കേണ്ടി വരുന്ന ദൈന്യതയും അവർ ഈ പുസ്തകത്തെ കയ്യേറ്റമാവുകയും അതുവഴി സമൂഹത്തിൽ നന്മയുടേതായ ഈ കർമ്മം ഏൽപ്പിച്ചതിന് ജോൺസൺ മാഷിനോടുള്ള അതിയായ നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ മലയാളിയുടെ മദ്യപാന ശീലം എന്ന് പറയുന്നത് അത് ആഗോളത്തെ ആകർഷിച്ചിരിക്കുകയാണ്. DTP പോലുള്ള സംഘടനകൾ ലോകപ്രശസ്ത ചാനൽ തന്നെ 2 പ്രാവശ്യം ഈ മലയാളിയുടെ ഈ ലോകാവസ്ഥയെ തുറന്നു കാണിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്നത് സത്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെയുള്ള ഈ മറ്റേ പുനർജനിയായാലും മുക്തിയായാലും മോചനയായാലും നെറ്റായാലും ഏതായാലും എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ സാമൂഹിക സേവനങ്ങളൊക്കെ തന്നെ ഞാൻ വളരെയധികം പ്രകീർത്തിച്ചുകൊണ്ട് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്, ഇവിടെ പലതരത്തിലും മദ്യം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീജനങ്ങൾ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കുട്ടികൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അവരറിയാതെ തന്നെ. അതെങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു വെച്ചാൽ, ബാറിൽ നിന്ന് മദ്യം കഴിക്കുകയാണെങ്കിൽ ഒരു കുപ്പി മദ്യത്തിന് 250 രൂപയാണെങ്കിൽ 500 രൂപയാണെങ്കിൽ ബ്രാൻഡ് ഷാപ്പിന് അത് 200 രൂപ, അല്ലെങ്കിൽ ആ ബാറിന്റെ ഗ്രേഡ് അനുസരിച്ച് വിലയിൽ ഭയങ്കര വ്യത്യാസം, വളരെ വ്യത്യാസമാണ്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് കഴിക്കണ്ട, വീട്ടിൽ വന്നിരുന്ന് മദ്യപിച്ചോ. ഇവിടെ ഇരുന്ന് മദ്യപിച്ചു കഴിഞ്ഞാൽ വണ്ടി ഒഴിച്ച് പോലീസ് പിടിക്കുന്ന പേടി വേണ്ട. മദ്യപിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് പല സ്ത്രീകൾക്കും ഭർത്താവ് അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ അച്ഛൻ കഴിക്കുന്നല്ല, കഴിച്ച് നാട്ടുകാരുടെ മുന്നിൽ കോപ്രായം കാണിച്ച് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഒഴിവാക്കാൻ തന്നെയാണ്. കുപ്പിയായിട്ട് കഴിക്കുന്ന മദ്യം വീട്ടിൽ കൊണ്ടുവച്ച് ഫ്രിഡ്ജിലേക്ക് പൊട്ടിച്ച് ചെക്കനെന്ത് ചെയ്യും? അത് പൊട്ടിച്ചടിച്ചിട്ട് അത്രയും വെള്ളം ഒഴിച്ചേക്കും. ഇതറിയില്ല. അങ്ങനെ മദ്യപരായ കാര്യങ്ങൾ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥർ, എക്സിക്യൂട്ടീവ് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മകൻ പ്രിഡി പച്ചറായപ്പോഴേക്കും മദ്യപനായത് എനിക്കറിയാം. എന്റെ നാട്ടിൽ വീട്ടുകാരുടെ കൂടെ നിൽക്കുന്നവരുടെയും പരിചരണവും മറ്റേതുള്ള അസിസ്റ്റൊക്കെ കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് തിരിച്ചുണ്ടാവാൻ പറ്റുള്ളൂ. ഇത്തരൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന സമയത്ത് ഈ റോളിൽ ഇത്രയധികം ആൾക്കാർ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം പേരും നമ്മളെ പുനർജനിയിൽ വന്നിട്ടുള്ള ആൾക്കാരും അവരുടെ ബന്ധുക്കളുമാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതായിരിക്കണം.
ഞങ്ങളിങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ ജോൺസൺ പൊന്മണിശ്ശേരി സാർ ഉണ്ടായിരുന്നു. അങ്ങനെ വെറുതെണ്ണാവുന്ന ചില ആൾക്കാർ മാത്രമാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പിന്തുണയ്ക്കാനും അതിനുവേണ്ടി സഹായിക്കാനും മുന്നോട്ട് വന്നത്. അന്ന് നമ്മുടെ എന്നെ പ്രത്യേകിച്ചും വേറൊരു കണ്ടുപിടിയൻ എന്നുള്ള നിലയ്ക്ക് തള്ളി പറഞ്ഞിരുന്ന ഒരു സമയത്ത് വളരെ ചുരുക്കം പേര്, പിന്നെ ചർച്ചിന്റെ രാജു സാറ്, അങ്ങനെ കുറച്ചു പേര്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ബൈജു, ചന്ദനും, അങ്ങനെ ചില ആൾക്കാര്, അങ്ങനെ ബെല്ലിലുണ്ടാവുന്ന ചില ആൾക്കാരും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ചില സൗഹൃദങ്ങളും ഒക്കെ, പിന്നെ പ്രധാനമായിട്ടും മീഡിയക്കാര്, എന്റെ കൂടെ പഠിച്ചിരുന്നവര്, എന്റെ സുഹൃത്തുക്കളുമായിട്ട് മീഡിയയിലുണ്ടായിരുന്ന പലരും ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ മുന്നോട്ട് കൊണ്ട് വന്നതോടുകൂടിയാണ് ഇത് കഴിഞ്ഞ 9 കൊല്ലത്തിനിടയ്ക്ക് ഒരു 4000-ത്തിലധികം കുടുംബങ്ങൾ രക്ഷപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയത്. അതിലെ അവസാനത്തെ ഒരു ഘട്ടത്തിലാണ് ഞാൻ ആത്മകഥ എന്നുള്ള പേരിൽ കുടിയന്റെ കുമ്പസാര എഴുതിയത്. തീർച്ചയായിട്ടും അത് വായിച്ച് ഇൻസ്പിറേഷൻ അത് ഉണ്ടായിട്ട് പലരും വന്ന് നമ്മളവിടെ ട്രീറ്റ്മെന്റിന് വരുന്നുണ്ട്. അതുപോലെ സ്വയം നിർത്തിയിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ വിളിച്ച് നമ്മളായിട്ട് സ്നേഹവും അവരുടെ അനുഭവങ്ങളും പങ്കിടാറുണ്ട്. ഈ പുസ്തകം കൈനീട്ടി 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ആദ്യമായിട്ട് അതൊരു രോഗമാണ് എന്ന് തിരിച്ചറിയുകയും ആ രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഡോക്ടറെ ഇങ്ങനൊരു സദസ്സിൽ നമ്മൾ വിളിച്ച് ആദരിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ബാധ്യതയും കടമയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ പരിപാടിയിൽ ഡോക്ടറെ വിളിക്കുകയും ഇതിൽ പങ്കെടുക്കാൻ അദ്ദേഹം പൂർണ്ണ സമ്മതം തരികയും ചെയ്യും, കൃത്യസമയത്ത് വരികയും ചെയ്തു. ഏതായാലും അദ്ദേഹത്തിനോടുള്ള നമ്മുടെ എല്ലാവരുടെയും കടപ്പാടും സ്നേഹവും ഇതിനോടൊപ്പം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ വേദിയിലെ അങ്ങേറ്റത്തൊരു സീറ്റ് പിടിച്ചിട്ട് കരസ്ഥമാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഈ മിസ് ഭഗവതി നമ്പ്യാർ എന്ന് പറയുന്ന കക്ഷി ഇപ്പൊ ചിലപ്പോൾ നമ്മൾ വിളിച്ചാൽ പറ്റും. അതുകൊണ്ടാണ് ഞാനിപ്പോ വിളിച്ചു വരുത്തിയത്. കാരണം ലാൽ ജോസ് സംവിധാനം ചെയ്ത് ഈ വരുന്ന 20-ാം തീയതി റിലീസ് ചെയ്യുന്ന 7 സുന്ദര രാത്രികൾ എന്ന സിനിമയില് റിന കട്ടിങ്ങലിന്റെ ഒപ്പം അഭിനയിക്കുന്ന ഈ പെൺകുട്ടി നമ്മുടെ പുനർജനിയുടെ ഒരു മകളായിട്ട് നമ്മൾ കുറെ കാലമായിട്ട് കൊണ്ടുനടക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവും. ഈ പരിപാടി ഒന്ന് കുറച്ചുകൂടെ ലൈവാക്കി അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് പാർവതി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിശിഷ്ട വ്യക്തികൾക്കും നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ നമസ്കാരം. അങ്കിളിന്റെ പിന്നാലെ കുറെ ശിഷ്യാവണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ കുടിയന്റെ കുമ്പസാരം ഇറങ്ങിയ സമയത്ത് ഞാൻ വായിച്ചില്ല കേട്ടോ. അപ്പൊ ഞാൻ വായിച്ചത് ചുമ്മാ എപ്പോഴും അങ്കിളിനടുത്ത് പോകുമ്പോ ശിഷ്യാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയാം, നീ എന്റെ ശിഷ്യനാണെന്ന് പറയണമെങ്കിൽ നീ അതൊന്ന് വായിക്കും, നീ വെറുതെ ഇങ്ങനെ ചുമ്മാ നടക്കല്ലേ, അത് വായിച്ചോടെ ചോദിച്ചു. അത് ഞാൻ ബുക്ക് വായിച്ചു, കുടിയന്റെ കുമ്പസാരം എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ വായിച്ചു. പുസ്തകം വായിക്കുമ്പോ എല്ലാം അത്രയും രസകരമായിട്ടും ലളിതമായിട്ടുമാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഇൻസ്പയർഡ് ആയി ഞാൻ ഈ പുസ്തകം. ഞാൻ മദ്യപിക്കില്ല, എങ്കിലും ഞാൻ വളരെയധികം ഇൻസ്പയർഡ് ആയി. എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെയധികം ഡീപ്പായിട്ട് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ കുറേ അധികം മദ്യപാനികൾ ഇല്ലാണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില്. അതേപോലെ തന്നെ ഈ നമ്മുടെ മദ്യപര് അറിഞ്ഞുകൂടി നിർത്താനുള്ള ഈ പുസ്തകം, ഇതിനു മുമ്പുള്ള കോപ്പി, ഇത് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതേപോലെ അങ്കിളുടെ വീട്ടിൽ പോയപ്പം എനിക്ക് അവിടെ ഒരു കോപ്പി വെച്ചിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ തേരാപ്പാരം നടക്കായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ എടുത്ത് പറഞ്ഞു, ഇത് നീ ഒന്ന് വായിക്കും, ജസ്റ്റ് വായിച്ചു നോക്കൂ, മുമ്പത്തെ പോലെ ആണോ എന്നുള്ളത് വായിച്ചു നോക്കണം. പക്ഷെ ഞാൻ അതും മടി പിടിച്ച് കുറച്ച് വായിച്ചു. അപ്പം ഞാനിത് വായിച്ചിട്ടില്ല, ഇത് വായിക്കണം. എനിക്ക് തോന്നുന്നു ഇതും ഈ ഒരു പുസ്തകവും വളരെയധികം ഇൻസ്പയർ. ഓരോ ചെറുപ്പക്കാരും എല്ലാവരും, മദ്യപാനികളായിട്ട് അല്ലാത്തവരും, എല്ലാവർക്കും ഇത് എന്താ പറയാ നല്ലോണം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ആ രീതിയിൽ ഈ ഒരു കുടി അല്ലെങ്കിൽ മദ്യപാനം ഒഴിവാക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതായത് നമ്മുടെ ജോൺ സാറിന്റെ പുസ്തക പ്രകാശനം, 2ാമത്തെ പുസ്തക പ്രകാശനത്തിന്റെ പ്രകാശന കർമ്മത്തിനാണ് നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്നത്. നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ നാരായണൻകുട്ടി അവർ നമ്മുടെ പുസ്തകത്തെ കുറിച്ച് നമ്മോട് സംസാരിച്ച ശ്രീ
നമ്മുടെ തന്നെ പ്രിയപ്പെട്ട സഖാവ് ഉണ്ണികൃഷ്ണൻ അവരുടെ, അതുപോലെ നമ്മുടെ മകളെ പോലെ, നമ്മുടെ അനിയത്തിയെ പോലെ നമ്മൾ കാണുന്ന സിനിമ ആർട്ടിസ്റ്റ് പാർവതി, ഇവർക്ക് എല്ലാവർക്കും എല്ലാമായി നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പേരിലും പുനർജയുടെ പേരിലും ഡോക്ടർ ജോൺസ് കെ മംഗലത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.